നമസ്കാരം. ചട്ടലംഘനങ്ങളുടെ ആറാട്ട് നടത്തിയ ഗവർണർ ആരിഫ് ഖാൻ പഴത്തൊലിയിൽ ചവിട്ടി മൂടുകൊത്തി വീണ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊരു ഗമയും ഗർവുമായിരുന്നു. ഇപ്പോൾ എല്ലാം അങ്ങ് മാറിയെന്നാണ് തോന്നുന്നത്. ഇനി ആരിഫ് ഖാൻ നാറാൻ ഒരിടവും ബാക്കിയില്ല. നല്ല കണക്കിന് തന്നെ ഹൈക്കോടതി ഗവർണറെ നാണം കെടുത്തി വിട്ടിട്ടുണ്ട്. ഗവർണറുടെ കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശമാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത്. ചാൻസലർ കൂടിയായ ഗവർണറുടെ നിയമവിരുദ്ധമായ നടപടിയെ ചൂണ്ടിക്കാണിച്ചാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിധി പുറപ്പെടുവിച്ചത്. ഒരുപാട് തവണകളിൽ ഗവർണറുടെ നിയമവിരുദ്ധമായ ചില കാര്യങ്ങളെ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു വിധി കോടതി ഉത്തരവിട്ടത്. തീർച്ചയായും ഇത് ആരിഫ് ഖാന് ഏറ്റ വലിയൊരു അടിയായി എന്ന് തന്നെ പറയാം. BJP സർക്കാരിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയും അവരുടെ മൂട് താങ്ങിക്കൊണ്ട് കേരളത്തിലുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും കൂട്ടുപിടിച്ച് അവരുടെയൊക്കെ പ്രീതി പിടിച്ച് പറ്റുന്നതിന് വേണ്ടി കുറെ പട്ടിഷോകൾ കാണിച്ചുമൊക്കെ ഈ പറഞ്ഞ കൂട്ടരിൽ നിന്നും പ്രോത്സാഹനം ചോദിച്ചു വാങ്ങുന്ന ഗവർണർ ജനാധിപത്യത്തെയും ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയെയും വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെയും വിവിധ സർവകലാശാലകളിലെ ജനാധിപത്യ സമിതികളെയും ഒക്കെ മറികടന്നുകൊണ്ട് തനിക്ക് അധികാരമുള്ളതിൻ്റെ അഹങ്കാരത്തിൽ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്നുള്ള ഗവർണറുടെ ധിക്കാരത്തിനാണ് ഇപ്പോൾ കനത്ത പ്രഹരമേറ്റിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ BJPക്ക് അനുഭാവമുള്ള ഒരാളെ VC ആക്കുന്നതിൻ്റെ പ്രക്രിയയിൽ ചാൻസലർ 2022 ഓഗസ്റ്റിൽ ചട്ടവിരുദ്ധമായി 2 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. സർവകലാശാല സെനറ്റ് നിയമത്തിലെ 10(1) വകുപ്പ് പ്രകാരം ചട്ടലംഘനം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഗവർണർ പ്രതിനിധിയെ നൽകാൻ തീരുമാനിച്ചത്. സെനറ്റിന് അന്ത്യശാസനം നൽകിയ ചാൻസലർ ചട്ടപ്രകാരമുള്ള സമയം നൽകാതെ സെനറ്റ് യോഗ തീയതിയും പ്രഖ്യാപിച്ചു. അന്ന് കോറം തികയാത്തതിനാൽ പ്രതിനിധിയെ നൽകിയിരുന്നില്ല. ഇതിന് പ്രതികാരമെന്നോണം ഗവർണർ ചെയ്തത് സെനറ്റ് തന്നെ പിരിച്ചുവിടുക എന്ന നടപടിയാണ് എടുത്തത്. ഗവർണറുടെ ഇത്തരത്തിലുള്ള നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ഗവർണറുടെ എല്ലാ അഹങ്കാരങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എല്ലാം റദ്ദാക്കിയത്. ഇയാളുടെ ഇത്തരത്തിലുള്ള ദുശാഠ്യം തന്നെയാണ് അദ്ദേഹത്തിന് തന്നെ പണിയായത്. ഇടങ്ങേറുകൾ സ്വന്തമായി ചോദിച്ചു വാങ്ങിയതുപോലെ 9 VCമാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട നടപടി, സാങ്കേതിക സർവകലാശാലയിൽ സംഘപരിവാറിന് ഇഷ്ടമുള്ള ആളുകളെ ചട്ടം പാലിക്കാതെ താൽക്കാലിക VC ആക്കിയത്, KTU സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കൽ എന്നീ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഏകപക്ഷീയമായ നടപടികളെല്ലാം കോടതികളിൽ എത്തിയപ്പോൾ എല്ലാം വീണുടഞ്ഞു. രാജാവിനേക്കാൾ വലിയ രാജഭക്തൻ കളിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളിൽ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പുകളും ഭരണതടസ്സങ്ങളും ഒന്നും ചെറുതല്ല. അതിനെല്ലാം തിരിച്ച് കണക്കിന് കിട്ടിയിട്ടുമുണ്ട്. കേരള സെനറ്റ് അംഗങ്ങളെ പിരിച്ചുവിട്ട കാര്യത്തിൽ കോടതി റദ്ദാക്കിയ വിധിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ചട്ടവിരുദ്ധം മാത്രമല്ല, ഏകാധിപത്യപരമാണ് ചാൻസലറുടെ ഈ നടപടി എന്നാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫാസിസ്റ്റ് കാറ്റ് കേരളത്തിൽ ഗവർണറിലൂടെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഫാസിസ്റ്റ് മനോഭാവവുമായി ഇടതു സർക്കാരിൻ്റെ കോട്ടയിലേക്ക് വരുന്ന ആരിഫ് ഖാൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അധികാരത്തിൻ്റെ ഗർവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ ആരിഫ് ഖാനെ നിങ്ങൾക്ക് ഒരു വിലയുമില്ല. ആ വില വെറുതെ എന്തിനാണ് സ്വന്തമായി കളഞ്ഞു കുളിക്കുന്നത്? മാറ്റങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ കടമയുള്ള ചാൻസലർ തന്നെയാണ് അതിന് വലിയ തടസ്സമെന്നാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്ന എല്ലാ കോടതി വിധികളുടെയും വ്യാഖ്യാനം.